വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ വിധിപ്പകർപ്പ് ഞാൻ കണ്ടില്ല. പക്ഷെ അറിഞ്ഞിടത്തോളം ഈ വിധിയോട് യോജിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൗചാലയം തുറന്നു കൊടുക്കുന്നതിന് ഡീലർമാർ എതിരല്ല. കാരണം നമുക്കെല്ലാം അറിയാം ഏതൊരു സാഹചര്യത്തിലായിരിക്കും ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും കുട്ടിയായാലും ശുചിമുറി അന്വേഷിക്കുന്നു എന്നുള്ളത്. അത് പാതയോരത്ത് ദൂരയാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകത്തക്ക രീതിയിലാണ് എല്ലാ പെട്രോളിയം പമ്പിലും ഈ ശൗചാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല പെട്രോൾ പമ്പുകളും ഇത് അടച്ചിടുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഞാൻ മുമ്പ് ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ ചില മേഖലകളിൽ വെള്ളത്തിന്റെ ദൗർബല്യം ഒരു കാരണമായി വരാറുണ്ട്. തീർച്ചയായിട്ടും കോടതി വിധി അംഗീകരിക്കുന്നു. ശൗചാലയം ഹൈവേയിൽ മാത്രമല്ല ഏതൊരു പ്രദേശത്തും ശൗചാലയം തുറന്നു കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൽ വിയോജിപ്പുള്ള ഡീലർമാരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വ്യക്തിപരമായ എന്റെ ഒരു അഭിപ്രായം ഈ കോടതി വിധി യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ദേശീയപാതയോരങ്ങളിലെ ശൗചാലയങ്ങളാണ് ഇത്തരത്തിൽ തുറന്നു കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദേശീയപാതയോരത്തല്ലാത്ത ശൗചാലയങ്ങൾ അങ്ങനെ തുറന്നു നൽകേണ്ടതില്ല. അതായത് ഈ പെട്രോൾ ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് മാത്രം ഉപയോഗത്തിന് നൽകിയാൽ മതി എന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അത് അതാത് ഡീലർമാർക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മളുടെ കസ്റ്റമറാണ് നമ്മളുടെ ബിസിനസിന്റെ വിജയം. ആ കസ്റ്റമറിനെ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അതാത് ഡീലർമാർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ചില ഡീലർമാര് ഹൈവേക്ക് അതീതമായിട്ട് തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട്, ചിലർ പൂട്ടിയിടുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു പെട്രോൾ പമ്പ് ഹൈവേയിൽ അല്ലാതെ ഉണ്ട്. ഞങ്ങൾ അവിടെ 24 മണിക്കൂറും തുറന്ന് കൊടുക്കുന്നുണ്ട് ശൗചാലയം. അത് അതാത് ഡീലർമാരുടെ ഉചിതമായ തീരുമാനത്തിന് വിടുന്നു. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശൗചാലയം തുറന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയ ഈ സൗജന്യമായ ഈ സൗകര്യം ദുർവിനിയോഗം ചെയ്യാതിരിക്കുവാൻ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഇത് തുടർന്ന് ഈ പറയുന്ന ഡീലർമാർക്ക് ഈ സൗകര്യം ഒരുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകത്തുള്ളൂ. അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം വേണം. ഈ ശൗചാലയം എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിച്ചിട്ട് അടുത്ത ആൾ ഉപയോഗിക്കാൻ ചെല്ലുമ്പോൾ വൃത്തിഹീനമാണെങ്കിൽ പരാതികൾ ഒരുപാട് ഉയരുന്നുണ്ട്. അത് ഇവര് ഡീലർമാരുടെ എതിരെ പരാതിയായിട്ട് പൊതുജനങ്ങൾ കമ്പനികളെ സമീപിക്കുന്നുണ്ട്. അത് ഡീലർമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രക്കാരും ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ശൗചാലയം വൃത്തിയാക്കിയിട്ടിട്ട് പോകണം. വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പോലെ അവരവർ തന്നെ വൃത്തിയാക്കുന്ന ഒരു സംവിധാനം വിദേശത്തുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടുകാരെ ചിലർക്ക് അത് പരിമിതമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡീലർമാരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.